സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞ യുവാവ് തിരുവനന്തപുരത്ത് അറസ്റ്റിൽ. കഴക്കൂട്ടം മേനംകുളം സ്വദേശി ജോസ് ആണ് പിടിയിലായത്. വനിതാ ബറ്റാലിയനിൽ വിളിച്ച് അശ്ലീലം പറഞ്ഞതിനാണ് അറസ്റ്റ്. കഴക്കൂട്ടം സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ട ജോസ് 20ഓളം കേസുകളിൽ പ്രതിയാണ്. പലതവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഇങ്ങനെ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ അസഭ്യം പറയുന്ന ഒരു സ്വഭാവ ദൂഷ്യമുള്ള വ്യക്തിയാണോ ജോസ്? ഇപ്പോൾ നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ പോലും ഇതുപോലെ ഫോണിൽ വിളിച്ച് അസഭ്യം പറയുന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ ഒരു സ്വഭാവ ദൂഷ്യം കൂടി പരിശോധിക്കേണ്ടതാണ്. ഈ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട വ്യക്തി മറ്റേതെങ്കിലും കേസുകളിൽ ഏതൊക്കെ കേസുകളിലാണ് ഇയാൾ പ്രതിയായിട്ടുള്ളത്? ഡാൻ. ടോം, എറണാകുളത്തെ ഒരു മാളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരനാണ് തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശിയായ ജോസ്. ഇയാളൊരു സൈക്കോ സ്വഭാവമുള്ള ആളുകളെ പോലെയാണ് പെരുമാറിയിരുന്നത് എന്നാണ് പോലീസിന് ഈ ചോദ്യം ചെയ്യലടക്കം വ്യക്തമായിരിക്കുന്നത്. ഇതിനു മുമ്പും സമാനമായ തരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് പ്രതി പിടിയിലായിട്ടുണ്ട്. ഏതാണ്ട് 20ഓളം കേസുകൾ ഇതേപോലെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ജോസിനെതിരെ നിലവിലുണ്ട്. പ്രധാനമായി IG, DIG, DYSP, CI റാങ്കിലുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പറുകൾ ഇൻ്റർനെറ്റിൽ പരതി അത് നെറ്റിൽ നിന്ന് എടുത്തതിന് ശേഷം രാത്രികാലങ്ങളിൽ അവരുടെ ഔദ്യോഗിക നമ്പറിലേക്ക്, മൊബൈൽ നമ്പറിലേക്ക് വിളിച്ച് ലൈംഗിക ചുവയോടെ സംസാരിച്ച് അസഭ്യം പറയുന്ന ഒരു രീതിയാണ് ഈ ജോസിനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ ഇയാൾക്കെതിരെ കേസുകൾ നിലവിലുണ്ട്. ഇങ്ങനെ തുടർച്ചയായി ഒരു തവണ ഫോൺ കട്ട് ചെയ്താലും വീണ്ടും തുടർച്ചയായി നമ്പറുകളിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇയാളുടെ നമ്പർ മിക്ക പോലീസ് ഉദ്യോഗസ്ഥരും ബ്ലോക്ക് ചെയ്ത നിലയിലാണ്. അതിനിടയിലാണ് വനിതാ ബറ്റാലിയനിലെ ഒരു ഉദ്യോഗസ്ഥയുടെ നമ്പറിലേക്ക് തുടർച്ചയായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജോസ് ഇങ്ങനെ ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് കഴക്കൂട്ടം പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് എറണാകുളത്ത് നിന്ന് ജോസ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എറണാകുളത്തും തിരുവനന്തപുരത്തുമായി ഇയാൾക്കെതിരെ നേരത്തെയും കേസുകൾ നിലവിലുണ്ട്. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ജോസ്. ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പലപ്പോഴും ഈ നാണക്കേട് കൊണ്ട്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പുറത്ത് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഒരു നാണക്കേട് കൊണ്ട് ഈ ഒരു കാര്യം പുറത്ത് പറയാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് തുടർച്ചയായി മാറുകയും ഓരോ ഉദ്യോഗസ്ഥരെയായി മാറി മാറി ഇങ്ങനെ ഫോൺ വിളിക്കുകയും ചെയ്യുന്നത് ഒരു അസഹനീയതയായി മാറിയതോടെയാണ് ഇയാളെ ഏത് വിധേനയും കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയതും ഒടുവിൽ കഴക്കൂട്ടം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി ജോസിനെ. കാരണം അങ്ങനെ നാണക്കേട് കാരണം പലരും ഇതുപോലുള്ള ദുരനുഭവങ്ങൾ പുറത്തു പറയാറില്ല. അത് ഉള്ളിൽ ഒതുക്കും, അല്ലെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യും, ഫോൺ നമ്പർ തന്നെ ബ്ലോക്ക് ചെയ്യും. അതാണ് വീണ്ടും വീണ്ടും ഇയാളെ ഇങ്ങനെ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ തെരഞ്ഞു പിടിച്ച് ഫോണിൽ വിളിച്ച് അശ്ലീലം പറയാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ മറ്റേതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ മറ്റ് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന ഒരു സ്വഭാവം ഇയാൾക്കുണ്ടോ? അങ്ങനെ ഒരു പരാതി നിലവിലുള്ളതായി നമുക്ക് അറിയില്ല. ഇയാളുടെ ഒരു പ്രത്യേകത തന്നെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രം ആയിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. അവരുടെ ഫോൺ നമ്പർ ഏത് വിധേനയും തരപ്പെടുത്തി അവരെ രാത്രികാലങ്ങളിൽ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഈ അസഭ്യം പറയുക, ലൈംഗിക ചുവയോടെ സംസാരിക്കുക, വ്യക്തിപരമായി അധിക്ഷേപിക്കുക, ഇത്തരത്തിലുള്ള ഒരു ശൈലിയാണ് ഈ ജോസ് സ്വീകരിച്ചിരുന്നത്. എന്തോ ഒരു മനോവിഭ്രാന്തിയുള്ള ആളുകളെ പോലെയാണ് ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരോട് ഇയാൾ പെരുമാറിയിരുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സൂചനകൾ. അതായത് ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇയാൾ അറസ്റ്റിലായിട്ടുള്ളതാണ്, ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ സ്വഭാവത്തിനൊരു മാറ്റവുമില്ല. ഇപ്പോഴും അത് അങ്ങനെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിടിയിലാകുമ്പോഴും ഒരു ഭാവഭേദവും ജോസിൻ്റെ മുഖത്തില്ല, ചെയ്തതിൽ ഒരു കുറ്റബോധമില്ല. അയാളേതോ ഒരു കൗതുകകരമായ കാര്യം ചെയ്യുന്നത് പോലെയാണ് ഇങ്ങനെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരോട് ഇങ്ങനെ അപമര്യാദയായി പെരുമാറുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരുപക്ഷെ ഇയാൾക്ക് എന്തെങ്കിലും മാനസിക വൈകല്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഡാൻ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും മനോവൈകൃതമാകാം ഈ സംഭവത്തിന് പിന്നെ. കാരണം പോലീസുകാരെ മാത്രം തെരഞ്ഞുപിടിച്ച് ഫോണിൽ വിളിച്ച് അശ്ലീല സംഭാഷണം നടത്തുക, വലിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ പോലും, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ പോലും ഇയാളിങ്ങനെ ഫോണിൽ വിളിച്ചിരുന്നു. പലരും നാണക്കേട് കാരണം പരാതി നൽകിയിരുന്നില്ല. ഏറ്റവും ഒടുവിൽ വനിതാ ബറ്റാലിയനിലേക്ക് ഫോണിൽ വിളിച്ച് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരോട് മോശമായി സംസാരിച്ചതിൻ്റെ പേരിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കണ്ണൂർ കായലോട് സദാചാര ഗുണ്ടായിസത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ 2 പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. പാടിയിൽ സുനീർ, പൊന്യത്ത് സക്കറിയ എന്നിവർക്കെതിരെയാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്.
പ്രതികൾ വിദേശത്തേക്ക് കടന്നതായി സൂചന ലഭിച്ചതിനെ തുടർന്നാണ് നടപടി. യുവതിയുടെ സുഹൃത്ത് റഹീസിന്റെ പരാതി രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളാണ് ഇരുവരും. KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ്, കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങളുമായി. ബൈജു, നേരത്തെ ഈ യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതികൾ അറസ്റ്റിലായതാണ്. ചിലർ ഇപ്പോഴും ഒളിവിലാണ്. നിലവിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്ന സുനീറും സക്കറിയും ഇവരും അന്ന് ഈ യുവതിക്ക് നേരെ മോശമായ രീതിയിൽ പെരുമാറിയതിൽ ആ കേസിലും പ്രതിയാണോ, അതോ ഈ സുഹൃത്ത് റഹീസിന്റെ പരാതിയിൽ മാത്രമാണോ ഇവർ പ്രതിപട്ടികയിലുള്ളത്? ടോമെ, ഈ സുനീറും സക്കറിയും ഈ ആൺ സുഹൃത്തായ റഹീസിന്റെ പരാതിയിലാണ് ഇരുവർക്കെതിരെയും കേസെടുത്തത്. 5 പേർക്കെതിരെയാണ് റഹീസിന്റെ പരാതിയിൽ കേസെടുത്തത്. ഇതിൽ 3 പ്രതികളെ നേരത്തെ ഈ യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതെല്ലാം SDPI പ്രവർത്തകരാണ്. 5 പേരും SDPI പ്രവർത്തകരാണ്. നിലവിൽ ഈ 2 പ്രതികൾ ഇപ്പോൾ വിദേശത്തേക്ക് കടന്നതായാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ലുക്കൌട്ട് നോട്ടീസ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഈ പ്രതികളെ പോലീസിന് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവർ 5 പേരടങ്ങുന്ന സംഘം ആദ്യം എത്തി ഈ റഹീസിനെയും അതുപോലെ തന്നെ യുവതിയെയും തടഞ്ഞു വെക്കുകയും പിന്നീട് റഹീസിനെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയി 6 മണിക്കൂറോളം തടങ്കിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. ഇതാണ് കേസ്. ഇതിൽ ഗൂഢാലോചനയുണ്ട്, തട്ടിക്കൊണ്ടുപോകലുണ്ട്, ഇത് ആത്മഹത്യാ പ്രേരണ കുറ്റമുണ്ട് തുടങ്ങി നിരവധി വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഈ പ്രതികൾ ഇപ്പോൾ നാട്ടിലില്ല. പോലീസ് വലിയ തോതിൽ തെരച്ചിൽ നടത്തി. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇവർ വിദേശത്തേക്ക് കടന്നായ ഒരു സൂചന പോലീസിന് ലഭിച്ചത്. ഏതായാലും ലുക്കൌട്ട് നോട്ടീസ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. റഹീസിന്റെ മൊഴി കഴിഞ്ഞ ദിവസമാണ് പിണറായി പോലീസ് വിശദമായ മൊഴിയെടുത്തത്. ഇതിൽ റഹീസ് നേരിട്ട മുഴുവൻ ദുരവസ്ഥ അതൊക്കെ റഹീസിൽ നിന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മജിസ്ട്രേറ്റ് മുന്നിലും 164 പ്രകാരം റഹീസിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുണ്ട്. ഈ പ്രതികളുടെ പേര് കൃത്യമായി അതിൽ പരാമർശമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അതിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ 2 പ്രതികളെ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. ഇതിൽ കൂടുതൽ പേർ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടേക്കാം എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അത് ഈ 2 പ്രതികളെ പിടികൂടിയാൽ മാത്രമേ കൂടുതൽ പ്രതികളിലേക്ക് എത്താൻ പറ്റും. എന്തായാലും ഇതെല്ലാം SDPI പ്രവർത്തകരാണ്. നിലവിൽ അറസ്റ്റിലായ 3 പേരും ഇനി ഇപ്പോൾ ഒളിവിൽ പോയ 2 പേരും. തീർച്ചയായും അത് തന്നെയാണ് ബൈജു ആശങ്കപ്പെടുത്തുന്ന കാര്യം. കാരണം SDPIയുടെ സ്വാധീന മേഖലയാണ്. SDPIയുടെ ഭാഗത്തുനിന്ന് ഈ കുടുംബത്തിന് നേരെ ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണിയോ മറ്റോ ഉണ്ടോ? കാരണം ഇവർ ഈ പ്രതികൾക്കെതിരെ അല്ലല്ലോ ഈ കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. ഈ പ്രതികളുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു സദാചാര ഗുണ്ടായിസം ഉണ്ടായിട്ടില്ല. ഈ യുവതിയുടെ ആൺസുഹൃത്ത് റഹീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള മോശമായ ഇടപെടലാണ്, പെരുമാറ്റമാണ് യുവതിയുടെ ആത്മഹത്യ കാരണമായതെന്നാണല്ലോ ഇവരുടെ കുടുംബം ഉന്നയിച്ചിരുന്ന ആരോപണം. അങ്ങനെയെങ്കിൽ ഈ കുടുംബത്തിന് നേരെ ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണിയോ സമ്മർദ്ദമോ ഉണ്ടോ, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ടോ? പോലീസ് ഈ വിഷയത്തെക്കുറിച്ച്, ഈ കാര്യത്തെക്കുറിച്ച് പരിശോധിക്കുന്നുണ്ടോ? തീർച്ചയായും ടോമെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഈ കേസിൽ മാതാവ് ഇത്തരത്തിൽ റഹീസിനെതിരെ, അതായത് യുവതിയുടെ ആൺ സുഹൃത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നു. ഗുരുതര പരാമർശമാണ് ആ പരാതിയിലുണ്ടായത്. അതായത് വിവാഹ വാഗ്ദാനം നൽകി സ്വർണവും പണവും അതൊക്കെ തട്ടിയെടുത്തു റസീനയിൽ നിന്നും. അതോടൊപ്പം വലിയ തോതിൽ ഇത്തരത്തിൽ ആ ഒരു വിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് ഈ മാതാവിന്റെ പരാതിയിൽ പറഞ്ഞത്. പക്ഷേ പോലീസ് അന്വേഷണത്തിൽ ഈ പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അതിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ട എന്നൊരു തീരുമാനമാണ് പോലീസ് എടുത്തത്. അപ്പോഴും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരാതിയുമായി മാതാവ് രംഗത്തെത്തിയത്? ഇത് സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇവർക്കെതിരെ നേരത്തെ SDPI വലിയ പ്രതിരോധത്തിലായതാണ്. അത്തരമൊരു ഘട്ടത്തിൽ SDPIയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ? അതല്ല, ഈ കേസിൽ പ്രതികളായിട്ടുള്ളവരിൽ അധികവും ഇവരുടെ ബന്ധുക്കളാണ്. അങ്ങനെ ബന്ധുക്കളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് സമ്മർദ്ദം ഉണ്ടായതിന്റെ ഭാഗമായാണോ റഹീസിനെതിരെ ഇത്തരത്തിൽ ഗുരുതര പരാമർശവുമായി ഇവർ രംഗത്തെത്തിയത്? ഇതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ മാതാവിന്റെ പരാതിയിൽ
പോലീസ് കേസെടുക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പരാതിയിൽ കടമ്പില്ല, അത്തരമൊരു കാര്യങ്ങൾ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, ഇതിന് തെളിവില്ല, ഇതാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇങ്ങനൊരു പരാതിയുമായി ആത്മഹത്യ ചെയ്ത യുവതിയുടെ മാതാവ് തന്നെ രംഗത്ത് വരുന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് തള്ളിക്കളയാൻ സാധിക്കില്ല. അതെങ്ങനെയാണ്, ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരാതിയുമായി ഇവർ രംഗത്തെത്തിയത് എന്നത് സംബന്ധിച്ച് വളരെ ഗൗരവത്തോടുകൂടി തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നാണ് നമ്മൾ സിറ്റി പോലീസ് കമ്മീഷണറോടും അതുപോലെ തന്നെ ഇതിലെ അന്വേഷണ ചുമതലയുള്ള ACPയോടും സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പമാണ് ഏറ്റവും പ്രധാനം, ഇപ്പോൾ ഒളിവിൽ പോയ 2 പ്രതികളെ കണ്ടെത്തേണ്ടതുണ്ട്, അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിൽ കേസിൽ കൂടുതൽ പേർ പ്രതിപട്ടികയിൽ ഉൾപ്പെടുമെന്ന് നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര പേർ ഇനി രാഷ്ട്രീയമായി, അതായത് SDPIയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പേർ പ്രതികളാകുമോ? ഏതായാലും SDPI കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷൻ മാർച്ചൊക്കെ നടത്തിയിരുന്നു. പോലീസ് തങ്ങളുടെ പേരിൽ കള്ളക്കേസ് എടുക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു ഇത്തരത്തിൽ മാർച്ച് നടത്തിയത്. ആ മാർച്ച് നടത്തിയ പ്രവർത്തകർക്കെതിരെയും 25ഓളം പേർക്കെതിരെയും പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ 2 പ്രതികളെ ഇനി പിടികൂടാനുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 കേസുകളാണ് ഇപ്പോൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്ന് റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയുള്ള കേസ്, അതിൽ 3 പേർ പ്രതികൾ. അതിനുശേഷം റഹീസിന്റെ പ്രത്യേകിച്ച് മൊഴിയെടുത്തതിന് ശേഷമുള്ള 5 പേർക്കെതിരെ കേസിൽ, ആദ്യത്തെ കേസിലെ 3 പേരും പിന്നീട് നേരത്തെ സൂചിപ്പിച്ച 2 പേരും, ഇങ്ങനെ 5 പേരാണ് ആ കേസിലുള്ളത്. ഏതായാലും ഈ 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്. പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഈ കാര്യത്തിൽ വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ സദാചാര പോലീസിനെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിലാണ് പോലീസ് 2 പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്.